ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കട്ടെ. അതോടൊപ്പം സുഖസമൃദ്ധി സമ്പന്നമായ ഐശ്വര്യത്തിൻ്റെ ദീർഘദിനങ്ങളെ സർവ്വശക്തൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞാനിന്നിപ്പോൾ ഈ ചാനലിൽ വന്നിരിക്കുന്നത് ആധുനിക മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ് എന്ത് കിട്ടിയാലും ചിലവാക്കുക, അതുപോലെ തന്നെ വരുമാനം തികയാതെ വരിക, അത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, ലോൺ എടുക്കുക, കണക്കണിയിലാകുക, പിന്നെ അത് തിരിച്ചടക്കാൻ പറ്റാതിരിക്കുക. ഇന്നുള്ള ഈ പ്രശ്നങ്ങൾ എല്ലാവരും അഭിമുഖീകരിച്ചിരിക്കുന്ന ഈ സാഹചര്യങ്ങളെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളത് ഈ ചാനലിൽ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് ബാധ്യതാരഹിതമായ ഒരു കുടുംബമായി മാറാൻ എല്ലാവരെയും ഈ സർവ്വശക്തനെ അനുഗ്രഹിക്കട്ടെ എന്നും ആ മെത്തേഡുകൾ അഡോപ്റ്റ് ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടും ഏതാനും കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഓരോ വ്യക്തിയും എപ്പോഴാണോ ഒരു പൈസ കയ്യിലേക്ക് വരുന്നത്, ഒരു വരുമാന മാർഗത്തിലേക്ക് എത്തുന്നത്, അപ്പോൾ മുതൽ നമ്മളുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഈ ശരീരമെടുത്ത് ശരീരം ഉപേക്ഷിക്കുന്നവരെയുള്ള കാലഘട്ടത്തിൽ ജീവിതം എന്ന് പറയുകയും ഈ ശരീരത്തിൻ്റെ ഉത്തരവാദിത്തം അവനവനെടുക്കുക, അവനവനെ ആശ്രയിക്കുന്നവരെ, ഇപ്പോൾ ഹസ്ബൻഡാണ്, വൈഫാണ്, അല്ലെങ്കിൽ പരസ്പരമാണ്, അല്ലെങ്കിൽ അച്ഛനും അമ്മയും കുട്ടികൾ ആരുമാകട്ടെ, ഒരു വ്യക്തി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എപ്പോഴാണോ ഒരു വരുമാനത്തിലേക്ക് എത്തുന്നത്, അത് എത്ര തരത്തിലുള്ള വരുമാനമാണെങ്കിലും മിനിമം ഒരു 50 രൂപ മാറ്റിവെക്കാൻ ശ്രമിച്ചാൽ ആ വ്യക്തിയുടെ ആജീവനാന്ത പ്രൊട്ടക്ഷൻ, ലൈഫ് ലോങ് നമ്മൾക്ക് ഒരു സാമ്പത്തിക സുരക്ഷിതാവസ്ഥ, അതായത് 42 ലക്ഷം കോടിയുള്ള ഒരു ആസ്തിയുള്ള കമ്പനിയുടെ ഒരു മെമ്പർഷിപ്പ് ആകുന്നത് പോലെ ഇന്നത്തെ ബാങ്കാകട്ടെ, പോസ്റ്റ് ഓഫീസാകട്ടെ, കുറിയാകട്ടെ, അതല്ലെങ്കിൽ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ ഒന്നും തന്നെ ഉറപ്പ് തരാൻ പറ്റാത്ത, ഉറപ്പ് തരാത്ത അത്തരത്തിലുള്ള ഒരു സാമ്പത്തിക സുരക്ഷിതാവസ്ഥയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും എത്തിപ്പെടുകയും നിങ്ങളുടെ ജീവിതം, അതായത് നിങ്ങളെ ആശ്രയിക്കുന്നവരുടെ ജീവിതവും സുരക്ഷിതമാക്കി തീർക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതാവസ്ഥയിലേക്ക് ബോധവൽക്കരണം നടത്തിക്കൊണ്ടും എങ്ങനെയെന്ന് വെച്ചാൽ ഒരു 50 രൂപ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു 2 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ അത് പെയ്ഡപ്പ് ആകും, അതല്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കാം, കുറി പോലെ വിളിച്ചെടുക്കുന്ന പോലെ നഷ്ടത്തിൽ വിളിച്ചെടുക്കാം, അതല്ലെങ്കിൽ ഒരു നിശ്ചിത കാലാവധി വരെ അത് നടത്തിക്കൊണ്ടുപോയിട്ട് ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം പെൻഷൻ സ്റ്റാർട്ട് ചെയ്യും. പിന്നീട് ആജീവനാന്തം നമുക്ക് ആ നിശ്ചിത തുക പെൻഷനായി കിട്ടിക്കൊണ്ടിരിക്കും. അതോടൊപ്പം അടക്കുന്ന അന്ന് തുടങ്ങി എപ്പോഴാണോ നമ്മൾ പൈസ അടയ്ക്കുന്നത് അന്ന് നമുക്ക് പോളിസി നമ്പർ സ്റ്റാർട്ടാകുകയും 1 മാസത്തിനുള്ളിൽ നമുക്ക് ഒരു എഗ്രിമെൻറ്റ് ബോണ്ട് വരികയും ആ ബോണ്ട് നമ്മൾക്ക് എവിടെ വേണമെങ്കിലും പണയം വെക്കാം, ബാങ്കുകളിൽ വെക്കാം, അതല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയിൽ പണയം വെക്കാം. അത്തരത്തിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഉറപ്പ് നൽകുന്ന സോവറിൻ ഗ്യാരണ്ടി. എന്താണ് ഈ സോവറിൻ ഗ്യാരണ്ടി? സോവറിൻ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഒരു 10 രൂപ നോട്ട് കൈവശമുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ 10 രൂപയാണ്. ആ 10 രൂപയുടെ ഒരു വാല്യൂ ഉള്ള എന്ത് കാര്യവും ആ 10 രൂപ നോട്ട് കൊണ്ട് നടത്താം എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് കിട്ടുന്നതായ ആ ബോണ്ട്, നിങ്ങൾ എത്ര രൂപയ്ക്കാണ് സമ്മർഷോട് ചേരുന്നത് അത്ര രൂപയ്ക്കുള്ള ആ ബോണ്ട്, നമ്മളൊക്കെ പറമ്പിൻ്റെ ആധാരം എന്ന് പറഞ്ഞ പോലെ ആ ആധാരമാണ് ആ പറമ്പിൻ്റെ ആ വാല്യൂ, അല്ലെങ്കിൽ ആ പൈസയുടെ ആ പ്ലോട്ടിൻ്റെ ആ വാല്യൂ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് കിട്ടുന്ന ആ ബോണ്ട് നിങ്ങൾക്ക് പണയം വെക്കാം. നിങ്ങൾ മാത്രം വിചാരിച്ചാൽ, അതായത് പോളിസി ഹോൾഡർ മാത്രം വിചാരിച്ചാലേ അത് പണയം വെക്കാൻ സാധ്യമാകുള്ളൂ. എന്നതരത്തിൽ നിങ്ങൾക്ക് എടുക്കുന്ന ആ ബോണ്ട് വെച്ചിട്ട് പണയം വെക്കാം, ലോൺ എടുക്കാം, അതല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ നിർവഹിക്കാം, വേണ്ടെന്ന് വയ്ക്കാം. അതോടൊപ്പം തന്നെ ഒരു ഇൻഷുറൻസ് കവർ നിങ്ങൾക്ക് തരുന്നതാണ്. ചേരുന്ന അന്ന് മുതൽ എത്ര രൂപക്കാണ്, 5 ലക്ഷം, 10 ലക്ഷം, 2 ലക്ഷം, എത്രയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, വാട്ട് എവർ ഇറ്റ് ഈസ്, അത്രയും പൈസയുടെ ഒരു ഇൻഷുറൻസ് കവർ തന്നുകൊണ്ടും, അതായത് ചേരുന്ന പോളിസി ഹോൾഡർ ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ, ലൈവായിരിക്കുന്ന വ്യക്തി ആയിരിക്കണം, സംഭവിച്ചു പോയാൽ ആ സമ്മർഷയുടെ തുക, അടച്ച തുകയെക്കുറിച്ച് ചിന്തിക്കാതെ അടച്ച തുക പ്ലസ് സമ്മർഷയുടെ തുക മുഴുവനായി നോമിനിക്ക് കൊടുത്തുകൊണ്ടും സാമ്പത്തിക സുരക്ഷിതാവസ്ഥ ഒരു ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ നിലനിർത്തിക്കൊണ്ടും കൊടുത്തുകൊണ്ടും, അതോടൊപ്പം തന്നെ ആ വ്യക്തി പോളിസി ഹോൾഡർ ഒരു ആക്സിഡൻറ്റിലൂടെ, പട്ടി കടിക്കുക, പാമ്പ് കടിക്കുക, പൂച്ച കടിക്കുക, വീഴുക, അതല്ലെങ്കിൽ ആക്സിഡൻറ്റ് പറ്റുക, എത്തരത്തിൽ നോർമലല്ലാത്തൊരു മരണമാണ് സംഭവിക്കുന്നതെങ്കിൽ ഡബിൾ തുക, 5 ലക്ഷമാണെങ്കിൽ 10 ലക്ഷം, 2 ആണെങ്കിൽ 4, അങ്ങനെ മൾട്ടി ആയിട്ടുള്ളൊരു തുക അദ്ദേഹത്തിൻ്റെ നോമിനിക്ക് അല്ലെങ്കിൽ കുടുംബത്തിന് കൊടുത്തുകൊണ്ട് അവിടെയും ഒരു സാമ്പത്തിക സുരക്ഷിതാവസ്ഥ നിലനിർത്തിക്കൊണ്ടും സഹായിച്ചുകൊണ്ടും, അതോടൊപ്പം തന്നെ ഈ പോളിസി ഹോൾഡർ ഏതെങ്കിലും ഒരു നിർഭാഗ്യവശാൽ ഒരു ഡിസേബിൾ ആകുക, ജോലി എടുക്കാൻ പറ്റാതെ കിടപ്പാവുന്ന ഒരു രോഗിയായി തീരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പോളിസി ആ വ്യക്തിയെ ഏതുപോലെ അടക്കുന്നു, അത്തരത്തിൽ കമ്പനി ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടും ആ സമ്മർഷയുടെ തുകയുടെ ഒരു 10% 10 കൊല്ലത്തേക്ക് കൊടുത്തുകൊണ്ടും സാമ്പത്തിക സുരക്ഷിതാവസ്ഥ നിലനിർത്തുന്ന ബൃഹത്തരമായ പദ്ധതികളുണ്ട്. അത്തരത്തിലുള്ള പദ്ധതികൾ എടുത്തുകൊണ്ട് ഇന്നത്തെ ആധുനിക മനുഷ്യനെ അലട്ടുന്ന സാമ്പത്തിക ബാധ്യതയിലേക്ക് വരുത്തുന്ന കാര്യങ്ങളിൽ നിന്നൊരു മോചനം നേടി എല്ലാ കുടുംബവും സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബമായി തീരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും, അതോടൊപ്പം തന്നെ ഇത് വേണ്ടെന്ന് വെക്കണമെങ്കിൽ സറണ്ടർ ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്, അത് നഷ്ടത്തിലായിരിക്കും. അത്തരത്തിലും കാര്യങ്ങൾ നടപടികൾ സ്വീകരിച്ചുകൊണ്ടും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും
എന്നെ ശ്രമിച്ചതായ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള അടുത്ത ഒരു വീഡിയോയിലേക്ക് വരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദി, നമസ്കാരം, താങ്ക് യു.